ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മത്തായി സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിലൂടെ വായിച്ചു കാണുന്നത്. എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇത് വളരെ സുന്ദരമായി ക്രിസ്തുനാഥൻ സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ വളരെ സുന്ദരമായി സ്നാപയോഹന്നാൻ അവതരിപ്പിക്കുന്നു. ഈ സ്നാപയോഹന്നാൻ എല്ലാം കൊണ്ടും വ്യത്യസ്തനായിരുന്നു. വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും വ്യത്യസ്തനായിരുന്നു. ആ വ്യത്യസ്തനായ മനുഷ്യൻ വ്യത്യസ്തനായ ഒരു രക്ഷകനെ ഈ ഭൂമിക്ക് അവതരിപ്പിച്ചു. പക്ഷേ ഈ രക്ഷകനെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട്, ക്രിസ്തുവിനെ അവർ അതേപടി സ്വീകരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവർ സ്നാപയോഹനാൽ കുറ്റം ആരോപിക്കുന്നു. ഇവൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമാണ്, അതുകൊണ്ട് തന്നെ ഇവൻ പിശാചുബാധിതനാണ്. അങ്ങനെ ക്രിസ്തുവിനെ വിമർശിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണത്തിന് വേണ്ടി അവർ സ്നാപയോഹന്നനെ ഒഴിവാക്കുന്നു. അതിനുശേഷം ക്രിസ്തു വരികയാണ്. ക്രിസ്തു ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അവനെ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും പാപികളോടും ചുങ്കക്കാരുടെ ഒപ്പമുള്ള സ്നേഹിതനുമായി മനുഷ്യർ ചിത്രീകരിച്ചു. അങ്ങനെ ക്രിസ്തുവിനെയും അവർ അകറ്റി നിർത്തുകയാണ്. ഈ മനോഭാവത്തെയാണ് ക്രിസ്തുനാഥൻ വളരെ സുന്ദരമായി എടുത്തു കാട്ടുന്നത്. ഏത് കാരണം കൊണ്ടും ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവം പോലെ ചന്തസ്ഥലത്തിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിന്താഗതിയോടുകൂടി മനുഷ്യർ ക്രിസ്തുവിനെ മാറ്റി നിർത്തുകയാണ്. ഏത് വിധത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്താമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ തിരക്കുകൾ കൊണ്ട് പള്ളിയിൽ പോകണ്ട എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളുടെയൊക്കെ പ്രവൃത്തികൾ കൊണ്ട് ആഗമനകാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതിരിക്കുമ്പോൾ നാമൊക്കെ ക്രിസ്തുവിനെ മാറ്റി നിർത്തുകയാണ്. ക്രിസ്മസ് ഒരു ആഘോഷത്തിൻ്റെ ഒരുക്കമല്ല, ക്രിസ്തുവിൻ്റെ വരവിനായുള്ള ഒരുക്കമാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന് പല എക്സ്ക്യൂസുകൾ കൊണ്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന മനുഷ്യരോടുള്ള സമീപനത്തെക്കുറിച്ചാണ്. ഇങ്ങനെ മാറ്റി നിർത്തുന്ന മനുഷ്യർ എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ഉണ്ടായിരുന്നു. ഒഴിവാക്കാൻ എളുപ്പമാണ്, സ്വീകരിക്കാനാണ് പാട്. സ്നേഹമുള്ളവരെ, സ്വീകരിക്കുന്നവർ പല വിധത്തിലുള്ള എക്സ്ക്യൂസ് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തില്ല. സ്നാപയോഹന്നാനിൽ അവർ കുറ്റം ആരോപിച്ചു, ക്രിസ്തുവിനിലും അവർ കുറ്റം ആരോപിച്ചു. എല്ലാ കാലഘട്ടത്തിലും കുറ്റം ആരോപിക്കുന്നവർ ക്രിസ്തുവിനെ മാറ്റി നിർത്താനുള്ള വഴികൾ കണ്ടെത്തുന്നവരാണ്. എക്സ്ക്യൂസുകൾ പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്താതെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളാകട്ടെ ഈ ആഗമനകാലം.